ധീരനായ ശൂരനായ ഉമറുൽ ഖത്താബ് എങ്ങനെയാണ് ഇത്തരത്തിൽ മാറാനുണ്ടായ കാരണം? വിശുദ്ധ ഖുർആൻ ഒരു അത്ഭുതമാണ്. മഹാനായ ഉമർ തങ്ങളുടെ ഒരു ചെറിയ ചരിത്രം ഒന്ന് കേട്ടു നോക്കിയാലും. പതിവ് പോലെ ഉക്കാള ചന്തയിൽ വല്ലാത്ത തിരക്കാണ്. അതാ വരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ ആദ്യകാലം ജാഹിലിയ കാലഘട്ടമാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആരെ കണ്ടാലും ആക്രമിക്കുകയും പിടിച്ചുപറിക്കുകയും ചെയ്തിരുന്ന ആ ഉമറിന്റെ പഴയ കാലഘട്ടം. ഉക്കാള ചന്തയിലേക്ക് കടന്നു വരുന്ന ഉമർ ഒരു സാധുവായ മനുഷ്യന്റെ കടയുടെ അരികിലെത്തി. അയാൾ കട തുറക്കാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. കട തുറക്കാൻ പോവുകയാണ്. അയാളുടെ അരികിൽ നിന്നുകൊണ്ട് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 500 ദിർഹമുകൾ വേണം, എനിക്ക് 500 ദിർഹം തരണം. ആരാണ് ചോദിക്കുന്നത്? ഉമറാണ് ചോദിക്കുന്നത്. മക്കയിലെ ധീരനായ യോദ്ധാവാണ്, മക്കയിലെ ശൂരനായ മനുഷ്യനാണ്, മക്കയിലെ അതുപോലെ തന്നെ അക്രമിയായ മനുഷ്യനാണ്, കൊള്ളക്കാരനാണ്. ഒരുപാട് പറയാനുണ്ട് ഉമറിനെ പറ്റി റളിയല്ലാഹു അൻഹു. ഈ ഉമറാണ് ചോദിക്കുന്നത് എന്ത്? 500 ദിർഹമുകൾ വേണം. ഇദ്ദേഹം പറഞ്ഞു, ഉമറിന്റെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്ന ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ കട തുറന്നതേ ഉള്ളൂ, ഉമറെ നീ ഒന്ന് പോയിട്ട് കുറച്ച് കഴിഞ്ഞു വന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, ആ നീ ചോദിച്ച കാശ് നിനക്ക് നൽകിയേക്കാം. തരൂല എന്നല്ല പറഞ്ഞത്, ഞാൻ നിനക്ക് തരൂല എന്ന് നൽകില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് ഇപ്പൊ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരിക, നടക്കുന്ന കച്ചവടത്തിൽ നിന്നും ഞാൻ നിനക്ക് ചോദിച്ച ആ സമ്പാദ്യം നിനക്ക് നൽകാം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ. പക്ഷേ ഇത് കേൾക്കാൻ തയ്യാറാകാതെ, ഒരു കരുണയുമില്ലാതെ ദാക്ഷിണ്യവുമില്ലാതെ ഉമർ ചെയ്തത് എന്താണെന്നറിയോ? ആ മനുഷ്യന്റെ തല അങ്ങ് വെട്ടിക്കളഞ്ഞു. ആ മനുഷ്യനെ അങ്ങ് കൊന്നുകളഞ്ഞു, തല വെട്ടിക്കളഞ്ഞു. അല്ലാഹു സുബ്ഹാന ജല്ല ജലാലു. എന്നിട്ട് അയാളുടെ ചെറുവിരൽ ഉമർ മുറിച്ചെടുത്തിട്ട് ഒരു മുള്ളതിൽ കുത്തിയിട്ട് തന്റെ കഴുത്തിൽ മാലയായിട്ട് അണിഞ്ഞു. ഒരു ചെറുവിരൽ അദ്ദേഹത്തിന്റെ, ആ മനുഷ്യന്റെ, ആ സാധുവായ മനുഷ്യൻ തരില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് പോയിട്ട് പിന്നെ വന്നാൽ ഞാൻ എന്ത് ചെയ്തേക്കാം, എടുത്തു ഒരുമിച്ച് കൂട്ടി നീ ചോദിച്ച പൈസ നൽകിയേക്കാം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അപ്പോൾ കൊടുക്കാത്തതിന്റെ പേരിൽ മഹാനായ ഉമർ, അക്കാലഘട്ടത്തിലെ ആ ജാഹിലിയ കാലഘട്ടത്തിലെ ഉമർ എന്ത് ചെയ്തു? തലയങ്ങ് വെട്ടി കൊന്നുകളഞ്ഞു. എന്നിട്ടത് ആ ചെറുവിരൽ കഴുത്തിലടിഞ്ഞുകൊണ്ട് അടുത്ത കടക്കാരൻ്റെ അടുക്കലേക്ക് പോയി പൈസ ചോദിച്ചു. അയാൾ കുടുംബം വിറ്റിട്ടാണ് അതിന് കൊടുക്കൂലേ? കാരണം എന്തേ? ഉമറിന്റെ അടുക്കൽ ഇല്ല എന്ന് പറഞ്ഞാൽ, അല്ലെ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞാൽ തല ഉണ്ടാവൂല എന്നുള്ള ആ ഒരു പേടിയുള്ളത് കൊണ്ട്. എന്നാൽ ഈ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് ഒരു കാലഘട്ടത്തിന് ശേഷം, പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം, ഇസ്ലാമിന്റെ ആ ഒരു മാധുര്യം രുചിച്ചതിന് ശേഷം, പരിശുദ്ധമായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായതിനു ശേഷം, സുബഹി നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ എഴുന്നേറ്റ് പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ, കുറേ ദിവസം ഇങ്ങനെ ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ, മഹാനായ ത്വൽഹാ റളിയല്ലാഹു അൻഹു എവിടേക്കാണ് ഈ അമീർ പോകുന്നത് എന്നറിയാൻ വേണ്ടി പിന്നാലെ പോയി. ത്വൽഹാ റളിയല്ലാഹു അൻഹു നടന്ന അദ്ദേഹത്തിന്റെ പിന്നാലെ ഉമർ തങ്ങൾ കാണാത്ത രൂപത്തിൽ പിന്നാലെ ചെന്നുകൊണ്ടെത്തിയ ഉമർ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് അറിയണമല്ലോ. പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയണം. മഹാനായ ഉമർ തങ്ങൾ അങ്ങനെ പോയി ഒരു ചെറ്റക്കുടിലിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. ആരോരുമില്ല, പരിസരത്ത് ആരുമില്ല, ഈ കുടില് മാത്രമാണ് അവിടെ ഉള്ളത്. അതിനുള്ളിലേക്ക് കയറിപ്പോയി കുറേ നേരം കഴിഞ്ഞപ്പോൾ, കുറച്ചു നേരം അവിടെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി വന്നു. അങ്ങനെ ഉമർ തങ്ങൾ അവിടെ നിന്ന് പോയതിനു ശേഷം മഹാനായ ത്വൽഹാ റളിയല്ലാഹു അൻഹു ഈ കുടിലിനുള്ളിലേക്ക് കയറി നോക്കി എന്താണ് അവിടെ ഉള്ളത് എന്നറിയാൻ. മഹാനായ ഉമർ തങ്ങൾ പോയ ആ കുടിലിനുള്ളിലേക്ക് കയറി നോക്കിയ ത്വൽഹാ റളിയല്ലാഹു അൻഹു കണ്ടത് ഒരു സാധുവായ വൃദ്ധയായ സ്ത്രീ ഒരു കിടക്കയിൽ ഇങ്ങനെ കിടക്കുകയാണ്. പരിസരമൊക്കെ വൃത്തിയായിട്ടുണ്ട്, അവിടെ സുഗന്ധം വമിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വൃത്തിയുള്ള ആ ഉമ്മയോട് ചോദിച്ചു, ആരാണ് നിങ്ങൾ, ആരാണ് നിങ്ങൾ, ഇവിടെ വന്നു പോയ ആൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഉമ്മ പറഞ്ഞ വിറച്ച മറുപടി, വിറച്ച നാവോട് കൂടിയിട്ട്, ആ ശബ്ദത്തോടു കൂടിയിട്ട് ആ ഉമ്മ പറയുകയാണ്, ആരാണ് വന്നതെന്ന് എനിക്കറിയില്ല മോനെ, എൻ്റെ അടുക്കലേക്ക് ആരാണ് വന്നത് എന്നറിയുന്നില്ല, പക്ഷേ എല്ലാ ദിവസവും അവൻ വരും, എല്ലാ ദിവസവും അദ്ദേഹം ഇവിടെ വന്നിട്ട് ഞാൻ കാഷ്ടിച്ചതും മൂത്രിച്ചതും ഒക്കെ ഇവിടുന്ന് വൃത്തിയാക്കും, നജസായതെല്ലാം എടുത്ത് ഒഴിവാക്കും, വൃത്തിയാക്കും, എന്നിട്ട് എന്നെ ശുദ്ധിയാക്കി എന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി എനിക്ക് ഭക്ഷണവും വാരി തന്നിട്ടാണ് അദ്ദേഹം പോകാറുള്ളത്, ആരാണെന്ന് പോലും എനിക്കറിയില്ല. കരയുന്ന കണ്ണുമായി ആ ഉമ്മ മറുപടി പറഞ്ഞു. ആ ഉമ്മയോട് മഹാനായ ത്വൽഹാ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഉമ്മ അതാണ് ഈ രാജ്യത്തിന്റെ ചക്രവർത്തി, ഈ രാജ്യത്തിന്റെ അമീറുൽ മുഅ്മിനീൻ
ഉമർ ബിൻ ഖത്താബാണ്. ഖത്താബിന്റെ മകൻ ഉമറാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഈ വന്ന് ചെയ്തിട്ട് പോയത്. ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല, ആരുടെയെങ്കിലും സ്റ്റാറ്റസിന് വേണ്ടിയിട്ടല്ല, ആരെങ്കിലും തന്നെ കൂടെ നിന്ന് സെൽഫി എടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, ആരെങ്കിലും തന്നെ പറ്റി കുറെ കൊടുക്കുന്ന ആളാണ്, സാന്ത്വന പ്രവർത്തകനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ആരോരും കാണാതെ ഒറ്റയ്ക്കൊരു സമയത്ത് പരിചാരകരില്ലാതെ, കൂട്ടാളികളില്ലാതെ, ആർഭാടങ്ങളില്ലാതെ ഇന്നൊരു MLAക്ക് സഞ്ചരിക്കണമെങ്കിൽ അയാൾക്ക് AC ഉള്ള കാർ വേണം, ലൈറ്റ് വെച്ച കാർ വേണം, മുന്നിലും പിന്നിലും അകമ്പടി വാഹനങ്ങൾ വേണം, തുടങ്ങി ഒട്ടനവധി സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് അയാൾ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത് എങ്കിൽ ഈ രാജ്യത്തിന്റെ അമീറായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്, നടന്നാണ് വന്നത്. വന്നോ തനിക്ക് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ഒരു ഖിദ്മത്തായി ചെയ്തു തന്നിട്ട് ഇവിടുന്ന് പോവുകയും ചെയ്ത് ആരോടും ഒന്നും പറയാതെ. ചെയ്തു കൊടുക്കപ്പെടുന്ന ആൾക്ക് പോലും അറിയില്ല ആരാണിത് ചെയ്തു കൊടുക്കുന്നത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. എങ്ങനെയാണ് ഒരല്പം കരുണ പോലുമില്ലാത്ത, ഒരല്പം മനുഷ്യപ്പറ്റ് പോലും ഇല്ലാതിരുന്ന, ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞവന്റെ തല വെട്ടാൻ ഒരു മടിയും കാണിക്കാതിരുന്ന ഉമർ, ആരെന്ന് പോലും അറിയാത്ത, ആരാണെന്ന് പോലും അറിയാത്ത, ആരോരുമില്ലാത്ത ആളുടെ കാഷ്ടവും മൂത്രവും പോലും ഒരു മടിയും കൂടാതെ വൃത്തിയാക്കാൻ, റബ്ബിന്റെ പൊരുത്തത്തോടുകൂടി റബ്ബിന്റെ പൊരുത്തം കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് വൃത്തിയാക്കാൻ അത്രത്തോളം മാറ്റം ശ്രദ്ധിക്കാൻ കാരണമായത് എന്തെന്ന് അവിടുത്തെ ജീവിതത്തിൽ പഠിക്കുമ്പോൾ വിശുദ്ധ ഖുർആനാണ് അതിനിടയിൽ മറയായിട്ട് വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനാണ് അതിനിടയിൽ വഴിയായിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ വലിയ അത്ഭുതമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാരായണം ചെയ്യാൻ ശ്രമിക്കണം. മഹാനായ ഉമർ തങ്ങളെ ഈ ദീനിലേക്ക് ആകർഷിപ്പിച്ചത് വിശുദ്ധമായ ഖുർആനാണ്. മഹാനായ ഉമർ തങ്ങളെ ഈ ദീനിലേക്ക് പിടിച്ചിരുത്തിയത് വിശുദ്ധമായ ഖുർആനാണ്. ഖുർആന്റെ ഈരടികൾ ഓതിയിട്ട് കണ്ണു നിറഞ്ഞിട്ടാണ് ഹബീബായ നബി തങ്ങളുടെ സവിധത്തിലേക്ക് അവിടുന്ന് പോയി പരിശുദ്ധ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ദീനിലേക്ക് കടന്നു വന്നത്. അള്ളാഹു അടുത്ത ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. ഖുർആനിന്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ മഹാനായ ഉമർ തങ്ങളുടെ ഒരു ചരിത്രം ഓർമ്മ വന്നപ്പോൾ നിങ്ങളോടുകൂടി പങ്കുവെച്ചതാണ്. അള്ളാഹു നമുക്ക് കേൾക്കാനും പഠിക്കാനും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരവസരത്തിൽ മറ്റൊരു ചരിത്രമോ കഥയൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.